യല്ലോ. ഓക്കെ, അപ്പോൾ ഫൈനലി അല്ലേ നമ്മുടെ ഇസ്ലാം മക്കഷേവ് ആൻഡ് ഇല്ലിയ ടുപ്പൂരിയ. അപ്പം ഞാനാണെങ്കിൽ ഇതിങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതൊന്ന് കൺഫേം ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UFC 313 അലക്സ് പെരേര മൊഹമ്മദ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഹൈപ്പും ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാവരെ പോലെ തന്നെ നമ്മളും ഇങ്ങനെ ആകാംക്ഷയുടെ മുൻമുനയിൽ എന്തോ പറയുന്നത് മുൾമുനയിൽ നിൽക്കുവാണ്. ഇസ്ലാം മക്കഷേവ് ആൻഡ് ഇല്ലിയ ടുപ്പൂരിയ. ഇത് മലയാളികൾ എല്ലാവരും, ലാംഗ്വേജ് ഒന്നും ഇല്ല ഇതിനകത്ത്, മലയാളി, ഹിന്ദി, ഇന്ത്യക്കാർ, സായിപ്പന്മാർ, ലോകമെമ്പാടും ഈ ഫൈറ്റിന് വേണ്ടി, അത് നമുക്കറിയാതെ, ഈ ഫൈറ്റിന് വേണ്ടി ഏത് മക്കഷേവ് ആൻഡ് ഇല്ലിയ ടുപ്പൂരിയ ഈ ഫൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് ആ ഒരു വൈബ് മനസ്സിലാവും. നമ്മളിപ്പോൾ കുറേ ആയല്ലോ ഇത് കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നറിയാം. ഈ ഫൈറ്റ് എവിടെയോ കിടക്കുന്നു, എന്നിട്ട് കൂടി ഇതിൻ്റെ ഹൈപ്പ് കണ്ടോ. അതാണ് ഇപ്പം നമുക്കും അത് കാണാൻ തോന്നുന്നില്ല. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. ഈ ഇപ്പം മക്കഷേവ് ആൻഡ് ഇല്ലിയയുടെ ഒന്ന് സങ്കല്പിച്ച് നോക്കി ആ ഫസ്റ്റ് റൗണ്ട് എങ്ങനെ പോകുമെന്നുള്ളത്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ്, തേർഡ് ബാറ്റിലായിരിക്കും, അൾട്ടിമേറ്റ് ബാറ്റിൽ. മക്കഷേവ് വേഴ്സസ് ഡസ്റ്റിൻ പോറിയർ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഇതൊന്ന് ഊഹിച്ച് നോക്കിക്കേ ഈ ടൊപ്പൂരിയ ഫൈറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ വീഡിയോ ഫസ്റ്റ് തോട്ട്സ് ആണ് കേട്ടോ, വലിയ അനാലിസിസിലേക്കൊന്നുമില്ല. ആദ്യത്തെ കുറച്ച് ചിന്തകൾ. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഈ ഫൈറ്റ്, ഈ മെഗാ ഫൈറ്റ് ഒന്ന് കൺഫേം ആകണം, അതാണ് ആദ്യത്തെ. അപ്പോൾ പലതരം റൂമേഴ്സാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഹിന്ദി പയ്യന്മാരുടെ വീഡിയോസ് ഒന്ന് കാണുമായിരുന്നു. അപ്പോൾ അവന്മാർ പറയുന്നത്, കുറച്ച് പേരൊക്കെ പറയുന്നത് ശരിയാണ്, ഇത് ആദ്യം കൺഫേംഡ് ആയിരുന്നു, പിന്നിപ്പോൾ അത് ഡാന ചായന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട്, ഡബിൾ വെയ്റ്റ് കാറ്റഗറിയിൽ ചാമ്പ്യൻ പറ്റില്ല, പുള്ളിക്ക് എന്തോ ഒരു ഇത്, അതായത് താല്പര്യമില്ലെന്ന്. അപ്പോൾ വീണ്ടും ഇപ്പം നിലവിലത്തെ റൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൺഫേംഡ് അല്ല എന്നാണ്. കൺഫേംഡ് അല്ലെന്നല്ല, ഇത് നടക്കൂല എന്നൊക്കെ ഉള്ള രീതിയിലാണ് പറയുക. അപ്പോൾ നമ്മളാകെ സാഡായിപ്പോയി. ഏത് മക്കഷേവ് വേഴ്സസ് ഇല്ലിയ ടുപ്പൂരിയ. അപ്പോൾ നമ്മൾ സാഡാണ്. പിന്നെ സാഡാവേണ്ട കാര്യമില്ല, കാരണം ഇതൊന്നും നമ്മുടെ കയ്യല്ല, നമ്മളൊക്കെ സാധാരണക്കാർ, താഴെ കിടക്കുന്നവരാണ്. ഇതൊക്കെ ഡാനാച്ചായം തീരുമാനിക്കും, മുതലാളിമാർ അവരൊക്കെ തീരുമാനിക്കും. പക്ഷെ നടന്നു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, അതായത് ഈ ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ഇപ്പോൾ UFC ഏറ്റവും വലിയ റവന്യൂ ജനറേറ്റിംഗ് ഫൈറ്റ് ഏതായിരുന്നു, നമ്മുടെ കോണർ മെഗ്രഗർ ഹബീബ്. ആ ഫൈറ്റിനേക്ക് ഇത് പുറന്തള്ളും. കാരണം എന്തെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കോണർ ഹബീബിൻ്റെ ടൈമിൽ കോണർ തൻ്റെ പ്രൈം പീക്കെല്ലാം കഴിഞ്ഞിരുന്നു പുള്ളി. പിന്നെ അത് കഴിഞ്ഞ് ഫ്ലോയിഡ് മെയ്വെദറിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തു, പിന്നീടാണ് വന്നത്. പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കഷേവ് പീക്കിലാണ്, അയാളുടെ പീക്ക് പെർഫോമൻസ് നിൽക്കുവാണ്. അതേപോലെ ടൊപ്പൂരിയ യങ്ങാണ്, അയാളുടെ പീക്കിൽ നിൽക്കുവാണ്. രണ്ട് കൊമ്പന്മാർ ഏറ്റുമുട്ടുവാണ്. അപ്പോൾ പിന്നെ രണ്ടുപേരും ട്രാഷ് ടോക്കിങ്. ഇപ്പോൾ ഈ നമ്മുടെ അലക്സ് പെരേര മൊഹമ്മദിൻ്റെ അവസ്ഥ കണ്ടില്ലേ, രണ്ടുപേരും സൈലൻ്റാണ്, പക്ഷേ ഫൈറ്റ് പൊളിക്കും കേട്ടോ. UFC 313 അതിൽ സംശയമൊന്നുമില്ല. രണ്ടുപേരും സംസാരിച്ചില്ലെന്ന് പറഞ്ഞ് ഫൈറ്റ് ബോറൊന്നും ആയിരിക്കില്ല, ഫൈറ്റ് പൊളിക്കും. പക്ഷേ ആ ഒരു ട്രാഷ് ടോക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതും ഇതിനകത്ത് നടക്കും. കാരണം ആദ്യം തുടങ്ങാൻ പോകുന്ന ടൊപ്പൂരിയ ആയിരിക്കും. ടൊപ്പൂരിയ മിണ്ടാണ്ടൊന്നും ഇരിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ മക്കഷേവും അത്യാവശ്യം സംസാരിക്കുന്ന കൂട്ടത്തിലാണ്, പുള്ളിയും തുടങ്ങും. അങ്ങനെ ഇത് ഭയങ്കര പ്രൊമോഷനായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡാന ചായന് ഇതിനൊരു താല്പര്യക്കുറവ് എന്നുള്ള റൂമർ കേൾക്കുന്നു. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, എൻ്റെ ഒരു ഊഹങ്ങളാണ് ഇതൊക്കെ, നമ്മുടെ ഊഹങ്ങളാണ്, നമുക്കൊന്നും അറിയാൻ പാടില്ല. എൻ്റെ ഒരു ഊഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരമാവധി ഡിലേ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിലേ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് കൂടുമല്ലോ. ഡിമാൻഡ് കൂടി നമുക്കെല്ലാം കൂടെ പ്രാന്തായിട്ട് നമ്മളിങ്ങനെ അയ്യോ ഇത് കാണണം അയ്യോ എന്നുള്ള രീതിയിലാക്കാനാണോ ഡാനാച്ചാൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഒരുപക്ഷെ ഹബീബിൻ്റെ ക്യാമ്പിൽ നിന്നും, അതായത് മക്കഷേവ് ഹബീബിൻ്റെ പയ്യനാണല്ലോ, ഒരുപക്ഷെ ഇത് ഊഹമാണ്, എൻ്റെ ഊഹങ്ങളാണ്. നിങ്ങളും പറയുക എന്തായിരിക്കും ഇതിൻ്റെ റീസൺ, ഇപ്പോൾ ഡാനാച്ചാന് താല്പര്യമില്ലാത്തതിൻ്റെ റീസൺ എന്തൊക്കെയായിരിക്കും. അപ്പോൾ ഹബീബിൻ്റെ സൈഡിൽ നിന്ന് നീ ഇപ്പം അങ്ങനെ, അതായത് ടൊപ്പൂരി ഇപ്പം അങ്ങനെ വന്ന് കളിക്കണ്ട, അതൊരു ത്രെറ്റുമാണല്ലോ ഇവനെങ്ങനെ. ഓഫ് കോഴ്സ് ടൊപ്പൂരി ഇതിനു മുമ്പ് ലൈറ്റ് വെയ്റ്റിൽ കളിച്ചിട്ടുണ്ട്, എങ്കിൽ കൂടി അവൻ്റെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അറിയണം. അപ്പോൾ അതിന് ഇപ്പോൾ ലൈറ്റ് വെയ്റ്റിൽ നിലവിൽ ഉള്ള ഒരു പയ്യൻ്റെ കൂടെ കളിക്കണം. അതൊക്കെയാണ് ഇവരുടെ ഡിമാൻഡ് തോന്നുന്നു. അതായത് ഇല്ലിയ ടൊപ്പൂരിയ ഒന്നെങ്കിൽ പോറിയറിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയുന്നു, ഇല്ലെങ്കിൽ ഒലിവറ അല്ലെങ്കിൽ അർമാൻ്റെ കൂടെ.
അപ്പോൾ അതുവഴി പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാം. അപ്പോൾ അതിനു വേണ്ടിയാണോ ഡിലേ ചെയ്യിക്കുന്നത് മനഃപൂർവ്വം, നമുക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ അതിനോട് എനിക്കും ഇത്തിരി വിഷമമുണ്ട് കേട്ടോ. കാരണം ഇത് ഇലിയ ടോപ്പൂരിയ എന്ന് പറഞ്ഞ ഒരു സാധാരണ ഫൈറ്റർ അല്ലല്ലോ. പുള്ളി മറ്റൊരു ഡിവിഷനിലെ രാജാവായിരുന്നു. അപ്പം പുള്ളിയെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുമ്പോൾ നേരിട്ട് ടൈറ്റിൽ ഷോട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മളാരാണെന്ന് ഇതൊക്കെ പറയാനായിട്ട്, നമ്മളിവിടെ കിടന്നുകൊണ്ട് ചലച്ചിട്ട് വലിയ കാര്യമുണ്ടോ? ഇതൊക്കെ വലിയ ആളുകൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഈ മണിച്ചിത്രത്താഴിനകത്ത് പറയുന്ന പോലെ ആടിക്കോളൂ കുട്ടി ആടിക്കോളൂ, വെളുക്കുന്നതിനും വരെ ആടിക്കോളൂ എന്ന് പറയുന്ന പോലെ നമ്മൾ വെയിറ്റ് ചെയ്യാം, എത്ര വേണേലും വെയിറ്റ് ചെയ്യാം. ഒന്ന് നടന്ന് കണ്ടാൽ മതി. ഇലിയ ടോപ്പൂരിയ വേഴ്സസ് ഇസ്ലാം മഖഷേവ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോ ആയിരിക്കുമോ ഫൈറ്റില്ലേ? നിങ്ങൾ പറയും.